എന്താണ് ഇവിടെ? വിഷ്ണുവിന്റെ മഹാസുദർശന ചക്രത്തെ തടുക്കാൻ വിഷ്ണുവിന് പോലും കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ കളക്ടർ ശാലിനിയുടെ വിഷ്ണുവിനെ ഒതുക്കാൻ ശക്തനായൊരു പോരാളിയെ ഉപേന്ദ്രനെ ഞാൻ തരിക. ഇവനെ വെച്ച് നമുക്ക് അവരെ ഒതുക്കാം. ഇവനാണ് നമ്മളെ ഇപ്പോഴത്തെ തൂർപ്പിച്ചിട്ട്. എന്റെ സാമ്രാജ്യത്തിൽ കയറി അവൻ ഗുണ്ടായുസം കാണിച്ചത്. എന്റെ കഴുത്തിൽ അറക്കവാൾ മുട്ടിച്ചവന്റെ കൊരവള്ളി അറുക്കാൻ എനിക്കൊരു ഫോൺ കോളിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ അത് വേണ്ട. കർമ്മം ചെയ്യുമ്പോ മനസ്സറിഞ്ഞ് സ്വന്തം കയ്യിൽ മോതിര വിരലിൽ ദർപ്പയിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? എന്നെ അടിച്ച അടിക്ക് എനിക്ക് എന്റെ കൈ കൊണ്ട് എന്നെ തിരിച്ചടി അടിക്കണം. അതിനുള്ളൊരു അവസരം എനിക്ക് ഒരുക്കി തരണം. എന്റെ ചങ്ക് കലക്കിയവന്റെ അടിനാവ് നോക്കി എനിക്കൊരു ചവിട്ട് ചവിട്ടണം. അവൻ സർവ്വ ദൈവങ്ങളെ ഓർത്ത് അമ്മേന്ന് വിളിച്ചു പോകുന്ന ചവിട്ട് അതെനിക്ക് ചെയ്യണം. അപ്പൊ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് വേഷ വാങ്ങിച്ച് കൂട്ടിയിട്ടുള്ള വരവാണ്. ഇനി ഇവനും കൂടി വാങ്ങിച്ചു കൊടുക്കണം. അതിനാണ് ഈ കൂട്ടിന് വിളിക്കുന്നത്. എത്ര കിട്ടിയാലും ഇവനൊന്നും നന്നാവൂലല്ലേ? തന്റെ മുന്നിലുള്ള ശത്രുക്കളെല്ലാം ഒന്നിച്ചു മുന്നിലേക്ക് വരുമ്പോ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ചു നിന്ന് പോരാടുന്നതാ. തന്റെ മുന്നിലുള്ള ശത്രുക്കളെല്ലാം ഒന്നിച്ചു മുന്നിലേക്ക് വരുമ്പോ ഏതൊരു പോരാളിയൊന്ന് ഭയക്കും. ആ ഭയം ഒന്ന് മതി അവന്റെ മനസ്സ് തകർത്ത് അവനെ പരാജയപ്പെടുത്താൻ. അടുത്ത ഇടി വാങ്ങിച്ചു കൂട്ടാനുള്ള സാരോപദേശ ക്ലാസ്സാണ് നടക്കുന്നത്. ഇത് കേട്ടിട്ട് വേണം രണ്ടെണ്ണന്മാരെ കൂടെ ചെന്ന് വാങ്ങിച്ച് കെട്ടാൻ. ഇവനൊന്നും എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന. ജഗദീപേ, ഒരു കുപ്പി ഉണ്ടോ നോക്കിയ. തന്ത്രങ്ങൾ മെനയുമ്പോ വീര്യം കൂടിയത് വരാൻ സോമരസം നല്ലൊരു വഴികാട്ടിയാ. ആ ചിറ്റപ്പ വാ ഇരിക്കെ. വാ ഇരിക്കെ. നീ എന്റെ അച്ഛനല്ലേ? നീ പറയുമ്പോ അനുസരിക്കാനും ബഹുമാനിക്കാനും. ആണെങ്കിൽ അടിച്ചിട്ട് പോടാ. ഇപ്പൊ അവൻ തടിമില്ലി വന്നു. ഇനി അവൻ നമ്മളെ അണ്ണാക്കി കയറിയിരിക്കും. അതിനു മുമ്പ് തീർക്കണം. ഈ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാ. കുടുംബദൈവങ്ങൾ കൂട്ടു നിൽക്കില്ലായിരിക്കാം. എന്നാലും അവന്റെ ഒരു പിടി ബലിച്ചോറ് എനിക്ക് കാക്കയ്ക്ക് കൊടുക്കണം. കൊല്ലുന്നത് നമ്മളാണെങ്കിലും അകത്ത് പോകുന്നത് ദേ അവനായിരിക്കണം. ജപ്തി നടന്നതിന്റെ സങ്കടത്തിൽ അനിയനെ പോലെ കൊണ്ടു നടന്നവനെ തഞ്ചത്തിൽ വിളിച്ചോണ്ടുപോയി മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തു കൊന്നു എന്നാക്കണം. അതുമല്ലെങ്കിൽ പകരം ചോദിക്കാൻ വന്ന വിഷ്ണുവിനെ ഒരു പിച്ചാത്തിൽ പിടിയിൽ തീർത്തു ഈ പുന്നാര അനിയൻ എന്നും ആവാം. രണ്ടായാലും വിഷ്ണു എന്ന വടവർഷം അടിപതറി വീഴും എന്നേക്കുമായി. എന്ത് വേണമെന്ന് ഉപേന്ദ്ര മുതലാളിക്ക് തീരുമാനിക്കാം. എന്നിട്ട് വേണം ഇതിന് എനിക്കെന്ത് വേണമെന്ന് പറയാൻ. കാശ് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അഭിമാനം, അതിനേറ്റ മുറിവ്, അതെനിക്ക് പരിഹരിച്ചു തരണം. എനിക്ക് പറക്കാതെ പോയ ഉണ്ണിയെന്ന് വിഷ്ണുവിനെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ആ ഒരു വേദന ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാ എന്റെ ഇങ്ങോട്ടുള്ള വരവ് തന്നെ. സത്യഭാമ എന്നെ കാന്തം പോലെ ആകർഷിച്ചവളാ. അവളുടെ കുലം മുടിക്കാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റുമോ? അത് ഞങ്ങൾക്ക് പുതിയ അറിവാട്ടോ. എങ്കിലും പറയാം, എന്തിനും ഞങ്ങൾ തയ്യാർ. ഒരു വലിയ യുദ്ധത്തിനായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അതെ, മഹാഭാരത യുദ്ധം പോലത്തെ യുദ്ധം. ഈ യുദ്ധത്തിൽ വിഷ്ണുവിനെ നേരിടാൻ എനിക്കൊരു പോരാളിയെ വേണം. അവന്റെ തലച്ചോറ് ചിന്നിച്ചെതറിക്കാൻ അവനെ വെല്ലുന്ന ഒരുത്തൻ. മുന്നിൽ നിർത്തി കളിക്കാൻ
ആണായി പിറന്ന ഒരുത്തൻ. അവന് ജയിക്കാൻ പോകുന്ന ഒരുത്തനാണെങ്കിൽ ഇവൻ പോരാ. കാരണം അവന്റെ കരളുറപ്പും ചങ്കുറപ്പും ഒക്കെ അവന് മാത്രമുള്ളതാ. ഈ ഇരട്ടച്ചങ്കരന് നമ്മൾ കളിയാക്കി പറയുന്ന ഒന്നുണ്ടല്ലോ, ആ പേര് ചേരുന്ന അവന് തന്നെയാ. അവനെ ജയിക്കാൻ മീക്കരുത്തും ആയോധന മുറകളും ഒന്നും നോക്കണ്ട. ചതി, നല്ല ഒന്നാന്തരം ചതി, അത് മാത്രമേ വർക്കൗട്ട് ആവൂ. കാരണം ആണായി പിറന്നവനാ വിഷ്ണു. ശത്രുവാണെങ്കിലും അവന്റെ മഹത്വം വിളമ്പാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാ, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആയുധം കൊണ്ടും അവനെ ജയിക്കാനാവില്ല. ഒളിപ്പോര്, അത് മാത്രമേ നടക്കൂ. എനിക്കതറിയാം സുസ്മിതേ. അവന്റെ ശൗര്യം നേരിട്ട് കണ്ടതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മഹാഭാരത യുദ്ധത്തിൽ വില്ലാളി വീരനായ ഭീഷ്മരെ വീഴ്ത്തിയത് എങ്ങനാ, അതുപോലെ എനിക്കൊരു ശിഖണ്ഡിയെ വേണം. എന്റെ തലയ്ക്ക് മുകളിൽ മഹാവിഷ്ണുവിന്റെ ചക്രം പോലെ അറക്കവാളുമായി നിന്നവനെതിരെ എനിക്കൊരു ഡമ്മി പോരാളിയെ വേണം. എന്നാലേ എനിക്ക് അവൻ പോലും അറിയാതെ പിന്നിൽ നിന്ന് കുത്താൻ പറ്റൂ. അതിനിവൻ തന്നെ ബെസ്റ്റ്. വിഷ്ണുവിനെതിരെ ഞാൻ കണ്ടെത്തിയ ശിഖണ്ഡിയും ഇവൻ തന്നെ.